ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم بتقوى الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. നമ്മുടെ സമൂഹത്തിൽ കൗമാരപ്രായക്കാരായ മക്കളുള്ള രക്ഷിതാക്കൾ ഒട്ടേറെ ആദികൾ വ്യതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമീപമാണ്. പ്രത്യേകിച്ച് വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യം കൂടുതൽ വർദ്ധിക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും വിവാഹം എത്തിയിട്ടും വിവാഹം മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ അതിനോട് വിമുഖതയുള്ള താല്പര്യമില്ലാത്ത വലിയ ഒരു പറ്റം സമൂഹത്തിലെ കുട്ടികളെ നമ്മൾ കാണാൻ കഴിയും. പലപ്പോഴും പല തരത്തിലുള്ള ന്യായങ്ങൾ അതിനെതിരെ ഉന്നയിക്കുന്നതായും എന്തുകൊണ്ട് തനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചുകൂടാ എന്ന ചോദ്യങ്ങൾ അവരുടെ ഭാഗത്ത് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. വളരെ സാമ്പത്തിക ശേഷിയും അതുപോലെ തന്നെ നല്ല ജോലിയുമുള്ള ഒരു കുട്ടിയോട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ എനിക്ക് ജോലിയുണ്ടല്ലോ, അതുപോലെ തന്നെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ ഇപ്പോൾ ജീവിക്കുന്നത്, എന്തിന് ഞാൻ വിവാഹം കഴിക്കണം എന്ന് ചോദിച്ചതായി എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി. അദ്ദേഹത്തെ മകളോട് ചോദിച്ച സന്ദർഭം വളരെ ഗൗരവത്തോടു കൂടി നാം എടുക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും യുവസമൂഹം ഇങ്ങനെ തെറ്റിദ്ധരിക്കുവാൻ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ക്യാമ്പസുകളിലും മറ്റും വളരെ കൃത്യവും ആസൂത്രിതവും വ്യവസ്ഥാപിതവുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ധാർമ്മിക ജീവിതത്തിനെതിരെയുള്ള അല്ലെങ്കിൽ മതബോധത്തിനെതിരെയുള്ള നരേറ്റീവ്സ് ഇതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. അതുപോലെ തന്നെ വിവാഹ മാമാങ്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, ആ ആചാര വൈകൃതങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ ചില ആളുകളെങ്കിലും എന്തിന് ഞാനിതിന് നിന്നു കൊടുക്കണമെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വൈവാഹിക ജീവിതം തകർന്ന അപൂർവം ചില ആളുകളെ നോക്കി അവരെ പോലെയാണല്ലോ ഞാനും ആകേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യവും വ്യക്തവുമായി ഈ രംഗത്തുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ സമൂഹത്തിൽ കഴിയേണ്ടത്. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആധുനിക ശാസ്ത്ര പഠന രംഗത്ത് തന്നെ വൈവാഹിക ജീവിതം മനുഷ്യരിന് എന്തുകൊണ്ട് ആവശ്യമാണ് എന്ന പഠന ഗവേഷണങ്ങൾ നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രണയ ഹോർമോൺ അല്ലെങ്കിൽ ഹാപ്പിനെസ് നൽകുന്ന ഹോർമോൺ എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. വൈവാഹിക ജീവിതം നയിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമോണിന്റെ ഉൽപാദനം കൂടുതലാണ് എന്നും അതുകൊണ്ട് തന്നെ അവർക്ക് ശാരീരികവും മാനസികവുമായ വെൽബീയിങ്, അവരുടെ സംതൃപ്തി കൂടുതലാണ് എന്ന് ആധുനിക പഠന ഗവേഷണം നടത്തുന്ന ആളുകൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്താകമാനം വൈവാഹിക ജീവിതം എന്തുകൊണ്ട് ആവശ്യമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രശസ്തരായ സൈക്കോളജിസ്റ്റുകൾ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് തന്നെ ഈ രംഗത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ജൂലിയാൻ ഹോൾട്ട്.
എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം. അവർ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത്, വിവാഹം ഉൾപ്പെടെയുള്ള സാമൂഹിക ബന്ധങ്ങൾ വലിയ തോതിൽ മരണസംഖ്യ കുറക്കുന്നതിനും മെച്ചപ്പെട്ട ആരോഗ്യത്തിനും ഗുണകരമാണ്. നോക്കൂ, ലോകത്ത് മരണസംഖ്യ കുറക്കുന്നതിൽ തന്നെ വിവാഹം വളരെ വലിയ പങ്ക് വഹിക്കുന്നു എന്ന് ഇതിൽ പഠനം നടത്തിയ ഈ വ്യക്തിത്വം വളരെ കൃത്യമായി പറയുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ലിൻഡ വെയ്റ്റ് പറയുന്നു, മാനസിക പിരിമുറുക്കം കുറക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും വിവാഹം പങ്കുവഹിക്കുന്നു. വിവാഹം നൽകുന്ന സാമൂഹിക പിന്തുണയും സ്ഥിരതയുമാണ് ഭാഗികമായി ഇതിന് കാരണം. സ്വാഭാവികമായി വിവാഹത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൽ നിന്ന്, അതുപോലെ തന്നെ അയാളുടെ കുടുംബത്തിൽ നിന്ന്, പരസ്പരം ഇണകളുടെ കുടുംബങ്ങളിൽ നിന്ന് പോലും സപ്പോർട്ട് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രോഗപ്രതിരോധ ശേഷിയും മാനസിക പിരിമുറുക്കത്തിന് വളരെയധികം കുറവുമുണ്ട് എന്നുള്ള പഠനമാണ് ലിൻഡ വെയ്റ്റ് പുറത്തേക്ക് വിട്ടത്. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ലോൺലിനെസ്, ഹ്യൂമൻ നേച്ചർ ആൻഡ് നീഡ് ഫോർ സോഷ്യൽ കണക്ഷൻ എന്ന പുസ്തകത്തിൽ അതിന്റെ രണ്ട് കർത്താക്കൾ, രണ്ട് വ്യക്തിത്വങ്ങളാണ്. അവർ പറയുന്നത് വിവാഹവും മറ്റു അടുത്ത സാമൂഹ്യ ബന്ധങ്ങൾ നൽകുന്ന മാനസിക പിന്തുണ സമ്മർദ്ദം കുറക്കാനും അതുപോലെ തന്നെ ശാരീരികാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ വിവാഹം പങ്കുവഹിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ലോകാടിസ്ഥാനത്തിൽ തന്നെ നമുക്കറിയാം, ആരോഗ്യത്തെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുള്ള ഒരു സമൂഹമാണ് ജപ്പാൻ നിവാസികൾ. ജപ്പാനിലെ ഒരു പ്രത്യേക പ്രദേശത്ത് അവിടുത്തെ ആളുകൾ 100 വർഷത്തിലധികം വളരെ ആരോഗ്യ ദൃഢഗാത്രരായി ജീവിക്കുന്നതിനെ കുറിച്ച് പഠനം നടത്തിയ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. ഇക്കിഗായി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഓരോ വ്യക്തിക്കും വളരെ കൃത്യമായി അയാൾക്ക് താല്പര്യമുള്ള മേഖല കണ്ടെത്തി വളരെ ആസ്വാദനത്തോടു കൂടി ആ ജോലിയിൽ ഏർപ്പെട്ട് സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചുള്ള പരാമർശമാണ് ആ ബുക്കിലുടനീളം. ഇങ്ങനെ ആരോഗ്യത്തെ വളരെ കൃത്യമായ ധാരണയുള്ള ജപ്പാൻകാർ നടത്തിയ ഒരു പഠനത്തിൽ വളരെ കൃത്യമായി നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ വിവാഹം മനുഷ്യന് നൽകുന്ന സന്തോഷങ്ങളെ കൊണ്ടും അതിന്റെ ആരോഗ്യമായ ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായി അതുണ്ടാക്കുന്ന ആരോഗ്യ കാര്യങ്ങളെ കുറിച്ചും അവർ പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ജപ്പാനിലെ എപ്പിഡെമോളജി ജേർണൽ പ്രസിദ്ധീകരിച്ച മാരേജ് ആൻഡ് ഹെൽത്ത് ഇൻ ജപ്പാൻ, എവിഡൻസ് ഫ്രം ദി ജപ്പാൻ ജെറന്റോളജിക്കൽ ഇവാലുവേഷൻ സ്റ്റഡി എന്ന പഠനത്തിൽ ജപ്പാനിൽ വിവാഹിതരായ വ്യക്തികൾ മികച്ച ആരോഗ്യ ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി പറയുന്നു. നോക്കൂ, ലോകത്താകമാനം ഇത്തരത്തിലുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഇസ്ലാം എന്താണ് ഈ രംഗത്ത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. വിവാഹത്തെ ഒരു പ്രകൃതിയുള്ള മനുഷ്യന്റെ ആവശ്യമായിട്ടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, മനുഷ്യൻ എന്നൊരു മലക്കല്ല. മറ്റു ഇതര ജീവജാലങ്ങളെ പോലെ തന്നെ മനുഷ്യർക്ക് നാം വെള്ളം ഉപയോഗിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ, ശ്വസിക്കുന്നത് പോലെ ആവശ്യമായ ഒരു കാര്യമാണ് ലൈംഗിക താല്പര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ആ ലൈംഗിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വിവാഹം എന്ന അനുവദനീയമായ മാർഗമാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്. അത് അല്ലാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമായി വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഖുർആൻ പറയുന്നതായി അവന്റെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത് അവളിൽ നിങ്ങൾ സമാധാനം, ശാന്തി, സ്വസ്ഥത കണ്ടെത്തുന്നതിന് വേണ്ടി. എന്നിട്ട് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു പരസ്പര സ്നേഹവും അതുപോലെ തന്നെ കാരുണ്യവും ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ പ്രത്യേക ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയും. നമ്മൾ ആലോചിച്ചു, ഇവിടെ അല്ലാഹു മനുഷ്യർക്കിടയിൽ ഇണകൾക്കിടയിൽ ഉണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായി പറയുന്നത്, ഒന്ന് മവദ്ദത്ത്, അത് സ്നേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതുപോലെ തന്നെ റഹ്മത്ത് എന്നുള്ളതാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹം, നമ്മുടെ മക്കളോട് കാണിക്കുന്ന സ്നേഹം, സഹോദരങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടോ കാണിക്കുന്ന സ്നേഹത്തിന് മവദ്ദത്ത് എന്ന് ഒരിക്കലും പറയുകയില്ല. എതിർ ലിംഗത്തോടുള്ള താല്പര്യത്തോടു കൂടിയുള്ള ആകർഷണീയമായ ഒരു പ്രത്യേക തരം സ്നേഹമാണ് അത് എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈവാഹിക ജീവിതത്തിലൂടെ ഈ മവദ്ദത്താണ് അല്ലാഹു ഉണ്ടാക്കിയ ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റൊന്ന് റഹ്മത്താണ്. അപ്പൊ ഈ മവദ്ദത്ത് വളരെ പ്രധാനപ്പെട്ട
നേരത്തെ നാം പറയുകയുണ്ടായി, ഹാപ്പിനെസ് ഹോർമോൺ അത് ലഭിക്കുന്നതിൽ വൈവാഹിക ജീവിതം വഹിക്കുന്ന പങ്ക്, ഇത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇസ്ലാം ആദ്യ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ പ്രഥമ മനുഷ്യൻ മുതൽ തന്നെ, ഈ ലോകത്ത് ആദ്യ മനുഷ്യൻ മുതൽ തന്നെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതായി കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, എല്ലാ ആളുകളും ഇതര മതവിഭാഗങ്ങളിൽ പല ചിന്താഗതിക്കാർ അവർ ഒരു വേള പറയുന്നു മതം എന്നുള്ളത് അല്ലെങ്കിൽ വൈവാഹിക ജീവിതം എന്നുള്ളത് അത് മനുഷ്യന്റെ പുരോഗതിക്ക് വിഘ്നം നടത്തുന്ന അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്നതാണ് എന്ന് വാദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവർ നന്നാകുന്നത് പോലെ നന്നാകണമെന്ന് ആഗ്രഹിച്ചാൽ മനുഷ്യ വംശം തന്നെ മുടിഞ്ഞു പോകുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ ആലോചിച്ചു, ഇതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള ന്യായങ്ങൾ പറയുന്ന ആളുകൾ ഒരു സമൂഹത്തോട് സ്നേഹമുണ്ടെങ്കിൽ സ്വാഭാവികമായും മനുഷ്യർ ഈ ഭൂമിയിൽ നിലനിൽക്കണമെന്നും അവരുടെ പരമ്പര ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും അതിലുള്ള ഒരു നിമിത്തം എന്നുള്ളത് വൈവാഹിക ജീവിതം തന്നെയാണ്. അതിനെതിരെ ഈ രീതിയിലുള്ള പ്രചാരണം ഒരിക്കലും സൃഷ്ടിക്കുകയില്ല എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ ആദ്യ മനുഷ്യർ തന്നെ അവർ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ടതിനെ കുറിച്ചുള്ള പരാമർശം ഖുർആനിലുണ്ട്. ഖുർആൻ പറയുകയുണ്ടായി, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോടും അദ്ദേഹത്തിന്റെ പത്നിയോടും, നിങ്ങൾ ആദം നീയും നിന്റെ പത്നിയും ഇവിടെ ഈ സ്വർഗ്ഗത്തിൽ വസിച്ചുകൊള്ളുക, താമസിച്ചുകൊള്ളുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇച്ഛിക്കുന്ന രീതിയിൽ അതിൽ നിന്ന് സുഭിക്ഷമായി യഥേഷ്ടം നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്ത് അല്ലാഹു പറഞ്ഞു, ഈ മരത്തോട് നിങ്ങൾ അടുത്തു പോകരുത്. അങ്ങനെ നിങ്ങൾ അടുത്തു പോകുകയാണെങ്കിൽ നിങ്ങൾ അക്രമകാരികളിൽ പെട്ടുപോകും എന്ന് ഖുർആൻ പറയുന്നു. അവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇണയെ പ്രത്യേകം പരാമർശിക്കുന്ന കഴിയും. ആദിമ മനുഷ്യൻ തന്നെ ഇണയോടുകൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതിൽ നിന്നാണ് മനുഷ്യരൊക്കെ തന്നെ ലോകത്ത് വ്യാപൃതമായി. ഇവിടെ നമ്മൾ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ കാഴ്ചപ്പാടുകൾ നാം തിരിച്ചറിയണം. നമുക്കറിയാം, ഇസ്ലാം അതിന്റെ ആരോഗ്യ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഏറ്റവും ഗുണകരമായ കാര്യം എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കുന്നത് അത് ആ രീതിയിൽ തന്നെയാണ്. രോഗമുണ്ടായി ചികിത്സിച്ച് അത് ഭേദമാകാൻ നാം അനുഭവിക്കുന്ന ടെൻഷനും അതോടൊപ്പം തന്നെ സാമ്പത്തിക ചെലവും വളരെ ബാധിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് പ്രതിരോധമായ ചികിത്സയേക്കാൾ ഉത്തമമായ കാര്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വൈവാഹിക ജീവിതത്തിലൂടെ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള പ്രതിരോധം തീർക്കലാണ്. നമുക്കറിയാം, വിവാഹ ജീവിതത്തിലൂടെ സുരക്ഷിതമായ ലൈംഗികതയിലാണ് ഒരു മനുഷ്യൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിവാഹേതര ബന്ധങ്ങൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് തരത്തിലുള്ള ശാരീരിക രോഗങ്ങൾക്ക് അത് കാരണമാകുമെന്നുള്ളത് ലോകാടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യവും വ്യക്തവുമായി ആളുകൾ മനസ്സിലാക്കിയ കാര്യമാണ്. മാരകമായ രോഗങ്ങൾക്ക് ഇടയാകുന്നതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ അതിന് വിധേയമാകുന്ന ആളുകൾ കാലേ കൂട്ടി അല്ലെങ്കിൽ സമയമെത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോകുന്നതും രോഗത്തിന് അടിമയായി അങ്ങേറ്റം പ്രയാസപ്പെടുന്നതായിട്ടുള്ള കാഴ്ചകൾ എവിടെയും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിവാഹേതര ബന്ധങ്ങൾ അതിനെ കർശനമായി ഇസ്ലാം നിരോധിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലൂടെ പറഞ്ഞത് ഫലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, നിങ്ങൾ വ്യഭിചാരവുമായി അടുത്തു പോകരുത്. വിവാഹത്തെ എതിർക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വാഭാവികമായും പ്രകൃതിയുള്ള ലൈംഗിക താല്പര്യമുണ്ടാകും. ആ താല്പര്യം സംരക്ഷിക്കുക അത് മനുഷ്യ സഹജമാണ്. അത് സംരക്ഷിക്കുവാൻ ആവശ്യമായ വഴികൾ അയാൾ തേടുമെന്നുള്ളത് ഒരു സ്വാഭാവിക പ്രവണതയാണ്. അങ്ങനെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ അത് അനിശ്ചയാതീതമായ അല്ലെങ്കിൽ അവിഹിതമായ ബന്ധമായാണ് അതിനെ നാം കാണുന്നത്. വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നത് ഫലാ തഖറബുസ്സിന, വ്യഭിചാരവുമായി അടുത്തു പോകുന്നത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അത് ഏറ്റവും മോശമായ കാര്യമാണ്. ഫാഹിഷ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛകരമാണ്. അതുപോലെ തന്നെ ഏറ്റവും മോശമായ മാർഗവും വളരെ കർശനമായി ഇസ്ലാം അതിനെ തടയുകയാണ്. നമുക്കറിയാം, അത് വിവാഹം എന്നുള്ളത് ഒരിക്കൽ കൂടി നാം ആവർത്തിക്കുകയാണ്. അതൊരു പ്രതിരോധമാണ്. മനുഷ്യനെ എല്ലാ നിലക്കും സംശുദ്ധമാക്കി നിലനിർത്തുന്നത്, ആത്മീയമാകട്ടെ അതുപോലെ തന്നെ ഭൗതികമാകട്ടെ ശാരീരികമാകട്ടെ രോഗാന്തരമല്ലാത്ത ഒരു അവസ്ഥയാകട്ടെ, അങ്ങനെ മനുഷ്യനെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിൽ അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന തിരിച്ചറിവ് വിശ്വാസികളായ നമുക്ക് ഏവർക്കും ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ
വിവാഹം മാനസികമായ സ്വസ്ഥത നൽകുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. മലയാളത്തിലെ വളരെ പ്രശസ്തയായ ഒരു അവതാരിക അവരുടെ യുവത്വ കാലഘട്ടത്തിൽ വിവാഹത്തെയും അതുപോലെയുള്ള സാമൂഹിക സംവിധാനങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും വൈവാഹിക ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തവരാണ്. കേവലം 40-നിപ്പുറം തന്നെ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ. അവർക്ക് രാത്രി കാലഘട്ടത്തിൽ ഉറക്കം വരണമെങ്കിൽ അവർക്ക് ഉറക്ക ഗുളിക കഴിച്ചാൽ മാത്രമേ ഉറക്കം വരികയുള്ളൂ. ഒരു തരത്തിലുള്ള ഒറ്റപ്പെടൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിവാഹ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്തരത്തിലുള്ള ഒറ്റപ്പെടൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തെ കുറിച്ചുള്ള ചില വാക്കുകൾ, ചില പ്രചാരങ്ങൾ അത് തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിക്കുന്നതോടുകൂടി കണ്ണ് കെട്ടി, കുട്ടികൾ ഉണ്ടാകുന്നതോടുകൂടി കാല് കെട്ടി. യഥാർത്ഥത്തിൽ തിരിച്ചാണ് നാം പറയേണ്ടത്. ഒരാൾ വിവാഹിതനാകുന്നതോടുകൂടി അയാൾക്ക് 2 കണ്ണിന് പകരം 4 കണ്ണ് ലഭിക്കുന്നു. ഒരാൾക്ക് 2 കൈകൾക്ക് പകരം 4 കൈകൾ ലഭിക്കുന്നു. ഒരാൾക്ക് 2 കാലുകൾക്ക് പകരം 4 കാലുകൾ ലഭിക്കുന്നു. പരസ്പരം സ്നേഹവും അതുപോലെ തന്നെ ആരോഗ്യകരമായ ജീവിതവുമാണ് മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ രീതിയിലാണ് അവിടെ സംഭവിക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേക സ്കില്ലൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. മറ്റു ഇതര ജീവജാലങ്ങളെ പോലെ ഏതെങ്കിലും നിരക്കുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് തങ്ങളുടേതായ ചിന്താഗതികളുമായി മുന്നോട്ട് പോകുന്ന പല ആളുകളുണ്ട്. പലപ്പോഴും അത്തരത്തിലുള്ള ചിന്താഗതികളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ വളരെ കൃത്യമായി ഇതിനാവശ്യമായ ചില സ്കില്ലുകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുകയും ആ നിലയ്ക്ക് തന്റെ ഇണയെ വളരെ കൃത്യമായി പരിഗണിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു അവരുടെ മുന്നോട്ടുള്ള ജീവിതം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മാനസികമായി ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പോലും വളരെയധികം സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് സൗകര്യങ്ങൾ നമുക്ക് യഥേഷ്ടമുണ്ട്. എല്ലാം അപ്പോൾ അറിയാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ ആയതോടുകൂടി മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഇന്ന് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ശാരീരികമായ പ്രതിഫലനങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതായി കാണാൻ കഴിയും. പലപ്പോഴും പല ആളുകളുടെയും ശാരീരികമായ കാര്യങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ, രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ സൈക്കോസൊമാറ്റിക് അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായി പറയപ്പെടുന്ന ചില അവരുടെ മാനസികമായ ചില വിഷമങ്ങളാണ് ശാരീരികമായി പ്രത്യക്ഷപ്പെടുന്നതായി കാണാൻ കഴിയും. എന്നാൽ വളരെ കൃത്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിവാഹ ജീവിതം, ആ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ വളരെ കുറവായിരിക്കും എന്ന് വളരെ കൃത്യമായ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇമോഷണലി ഫോക്കസ്ഡ് തെറാപ്പി, EFT എന്ന പേരിൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രചാരം സിദ്ധിച്ച ഒരു സൈക്കോ തെറാപ്പി. ഇതിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ഡോക്ടർ ന്യൂ ജോൺസൺ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിവാഹത്തെ കുറിച്ച്, അതിന്റെ മാനസികമായ മനുഷ്യന് ലഭിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, വിവാഹം സുരക്ഷയുടെയും സ്ഥിരതയുടെയും അനുഭവം നൽകുന്നു. ഇത് മാനസിക പിരിമുറുക്കം, ഉത്കണ്ഠ എന്നിവയുടെ തോത് കുറക്കുന്നത്. വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടാത്ത വ്യക്തികളെക്കാൾ കൂടുതൽ മാനസിക സ്വസ്ഥത അവർ അനുഭവിക്കുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ തന്നെ നാം തിരിച്ചറിയേണ്ടത്. ഇനി നമ്മൾ ആലോചിച്ചു, ജേണൽ ഓഫ് മാരേജ് ആൻഡ് ഫാമിലി സ്റ്റഡീസ് പ്രസിദ്ധീകരിച്ച മാട്രിമോണൽ സ്റ്റാറ്റസ് ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന ഒരു ലേഖനം. ആ ലേഖനത്തിൽ വിവാഹം പൊതുവെ മെച്ചപ്പെട്ട മാനസികാരോഗ്യം നൽകുന്നു എന്ന് വിലയിരുത്തുന്നു. വിവാഹിതരായ വ്യക്തികൾക്ക് സാധാരണയായി അവിവാഹിതരെക്കാൾ കുറവ് വിഷാദരോഗം, അതുപോലെ തന്നെ ഉത്കണ്ഠയും മാത്രമേ ഉണ്ടാവൂ. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ വിഷാദ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലോൺലിനെസ്, ഒറ്റപ്പെടൽ, അതാണ് ഈ ദുഃഖം തന്നെ ഈ വിഷാദ രോഗം ഉണ്ടാകുന്നതിന് കാരണമായി പറയുന്നത്. വേറെ പല കാരണങ്ങളുണ്ടാകും. ഈ ലോൺലിനെസ് നിന്ന് രക്ഷപ്പെടുന്നതിന് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്നുള്ളത്. പങ്കാളിയുടെ കൂട്ടും പിന്തുണയും അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് നേരെ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി വിവാഹിതർക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്ന് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. ഇത് ലോകത്ത് വളരെ പ്രശസ്തമായി ഇന്ന് പല മാനസികമായ രോഗങ്ങളെ കുറിച്ചും സമൂഹത്തിന് വിവരം നൽകുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു പല സൈക്കോളജിസ്റ്റുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഘടനയാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. അവർ പറയുന്നതാണ്,
ഇങ്ങനെ വിവാഹിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷാദം അത് കുറവായിരിക്കും, അല്ലെങ്കിൽ ഉത്കണ്ഠ കുറവായിരിക്കും. ഇതൊക്കെ തന്നെ വളരെ കൃത്യമായി നാം തിരിച്ചറിയുന്നത്. ഇനി നാം നേരത്തെ പറഞ്ഞ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ ആലോചിച്ചു, നേരത്തെ പറഞ്ഞ ആയത്തിൽ അല്ലാഹു വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ, നിങ്ങൾക്കിടയിൽ മവദ്ദത്തും അതുപോലെ തന്നെ റഹ്മത്തും അല്ലാഹു ഉണ്ടാക്കി. നേരത്തെ നാം സൂചിപ്പിക്കുകയുണ്ടായി, മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ ശാരീരിക താല്പര്യത്തോടുകൂടി എതിർ ഇണയോടുള്ള ഒരു ഇഷ്ടമാണ്. എന്നാൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നാണ് നാം അതിൽ സാധാരണയായി പറഞ്ഞു വരുന്ന അർത്ഥം. വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകളിലാണ് മവദ്ദത്ത് ഉണ്ടാവുന്നത്. ആ മവദ്ദത്ത് നിലനിൽക്കും എങ്കിൽ കൂടി പിന്നീടുള്ള കാലങ്ങൾ പ്രായം ചെല്ലുന്നതോറും കാരുണ്യം റഹ്മത്ത് അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് കുറഞ്ഞു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ റഹ്മത്ത് അള്ളാഹു ഉണ്ടാക്കിയ വലിയ ഒരു അനുഗ്രഹമായി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. മാനസികമായ വലിയ ഒരു പിന്തുണയും അതുപോലെ തന്നെ ഒരു സ്വസ്ഥതയുമാണ് ഈ കാരുണ്യത്തിലൂടെ, ഈ റഹ്മത്തിലൂടെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു. നമുക്ക് വിശുദ്ധ ഖുർആൻ വൈവാഹിക ജീവിതത്തെ ഉപമിച്ചത് വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ നാം പല സന്ദർഭങ്ങളായി കേട്ടിട്ടുണ്ടാവും. അവർ നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾ അവർക്കും വസ്ത്ര സമാനമാണ്. വസ്ത്രം നിർവഹിക്കുന്ന ധർമ്മം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ശരീരം ഈ രീതിയിൽ സൗന്ദര്യവൽക്കരിക്കുന്നതിൽ വസ്ത്രത്തിന് വളരെ വലിയ പങ്കുണ്ട്. നാം വസ്ത്രം തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ അല്പം സമയം കളഞ്ഞ് തന്നെ വസ്ത്രം തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. വളരെ മനോഹരമായ അതും ബ്രാൻഡഡായ വസ്ത്രങ്ങൾ അന്വേഷിച്ചു പോകുന്ന ആളുകൾ, ധരിക്കുന്ന ആളുകൾ. ആ വസ്ത്രം നൽകുന്ന സുരക്ഷ വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ ശരീരത്തെ പിന്നെ തണുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ വസ്ത്രത്തിലുള്ള പങ്ക് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിച്ചു, നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ന്യൂനതകളും ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് വസ്ത്രം. എന്നാൽ ആ ന്യൂനതകൾ ശരീരത്തിലെ മറച്ചു വെക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് വസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇണകൾ പരസ്പരം വസ്ത്ര സമാനമാണ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അടുത്തവരാണ്. എല്ലാ ന്യൂനതകളും അതുപോലെ തന്നെ എല്ലാ പോരായ്മകളും തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ പരസ്പരം അംഗീകരിക്കുവാനും അതോടൊപ്പം ഉൾക്കൊള്ളുവാനും അവർക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും സന്തോഷകരമായ ആനന്ദഭരിതമായ ഒരു ജീവിതം അത്തരം ആളുകൾക്കുണ്ട് എന്ന തിരിച്ചറിവിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ചു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പാരത്രികലോ അതാണല്ലോ നമ്മുടെയൊക്കെ തന്നെ ആത്യന്തികമായ ലക്ഷ്യം. ഇവിടെ ഈ ലോകത്ത് സ്വസ്ഥതയോടെ സമാധാനത്തോടുകൂടി കുടുംബജീവിതം നയിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെയും ആ സമാധാനം സ്വസ്ഥതയും ഉണ്ടാകുമെന്നതാണ്. വിശുദ്ധ ഖുർആൻ അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സൂക്തമാണ് തുടക്കത്തിൽ ഞാൻ ഓതിക്കേൾപ്പിച്ചത്. ഖുർആൻ പറയുകയുണ്ടായി, നാളെ പാരത്രിക സ്വർഗവാസികളായ ആളുകൾ അവർ പരസ്പരം അഭിമുഖീകരിച്ചുകൊണ്ട് സന്തോഷപൂർവ്വമായി അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആനന്ദഭരിതമായ ജീവിതം നയിക്കുന്ന ആളുകളായി. എന്തുകൊണ്ട് അവർ ഈ രീതിയിൽ സംഭവിച്ചു എന്നതിനെ കുറിച്ച് അവർ തന്നെ പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ജീവിച്ച സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടെ ഭക്തിപൂർവ്വം തഖ്വയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച വ്യക്തിത്വങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈ ആനന്ദം നമുക്കുണ്ടായത്. ഇഹലോകത്ത് മാത്രമല്ല പരലോകത്തും വിശ്വാസി സമൂഹത്തിന് വിവാഹം എന്നുള്ളത് ഒരു അനുഗ്രഹമായി വരും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് സഹോദരൻ, ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ നിലക്കുള്ള ക്യാമ്പയിനുകൾ തന്നെ ആവശ്യമായ ഒരു സന്ദർഭമാണ്. വിവാഹം അത് നമുക്ക് ശാരീരികമായ സുരക്ഷ നൽകുന്നു, അതുപോലെ തന്നെ മാനസികമായ സ്വസ്ഥത നൽകുന്നു. അതോടൊപ്പം തന്നെ വിവാഹത്തിന് സാമൂഹികപരമായ പങ്കുണ്ട്. സാമ്പത്തികമായ മനുഷ്യന് ഉന്നതിയിലേക്ക് എത്തുന്ന വലിയ പങ്ക് വിവാഹത്തിന് നിർവഹിക്കാനുണ്ട്. അതുപോലെ തന്നെ ആത്മീയ പരിപോഷണം നൽകുന്ന കാര്യങ്ങളാണ്. സാമൂഹ്യപരവും അതുപോലെ തന്നെ സാമ്പത്തികപരവും ആത്മീയപരമായ അതിന്റെ വശങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നാം വിശദീകരിക്കും. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമം ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഒക്ടോബർ 1 ലോക വയോജന ദിനമായി ആചരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ ദിവസം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് ആളുകൾക്ക് അവയർനെസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രത്യേക ദിനാചരണങ്ങൾ നടത്തുന്നതായി കാണാൻ കഴിയും. വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ഈ ദിനാചരണങ്ങൾ പലപ്പോഴും
വളരെ ഗംഭീരമായി തന്നെ കുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തപ്പെടുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവ് അല്ലാത്ത എന്തും ഉപേക്ഷിക്കപ്പെടണം എന്നുള്ള കാഴ്ചപ്പാടുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരുന്നതായി നമുക്ക് കഴിയും. നമ്മുടെ നാട്ടിൽ മുമ്പ് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഓൾഡ് ഏജ് കെയർ ഹോമുകൾ വളരെ കുറവായിരുന്നു. ഇന്ന് മലപ്പുറം ജില്ലകളിൽ വരെ അത്തരത്തിലുള്ള ഓൾഡ് ഏജ് കെയർ ഹോമുകൾ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. തെക്കൻ കേരളത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അതുപോലെ തന്നെ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇതൊരു വലിയ സംസ്കാരമായി കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇസ്ലാം മുസ്ലിം എന്ന നിലക്ക് ഈ രംഗത്ത് നമുക്കുണ്ടാവേണ്ട ഒരു മാനസികാവസ്ഥ ഏത് നിലക്കായിരിക്കണം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അവബോധം നൽകുന്നുണ്ട്. ഖുർആനിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ വാർദ്ധക്യമായ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി പറയുന്നതായി നമുക്ക് പഠനം കഴിയും. ഖുർആനിൽ ഒരു ആയത്ത് പ്രകാരം അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് വളരെ ബലഹീനമായ അവസ്ഥയിൽ പിന്നീട് ആ ബലഹീനതയ്ക്ക് ശേഷം വളരെ ശക്തിയുള്ള ആരോഗ്യമുള്ള അരോഗദൃഢഗാത്രരായി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് അവർ നിങ്ങളെ മാറ്റി. പിന്നീട് ആ ആരോഗ്യകരമായ ശക്തമായ നല്ല ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും നിങ്ങളെ ബലഹീനമായ അവസ്ഥയിലേക്കും അതുപോലെ തന്നെ നരബാധിച്ച അവസ്ഥയിലേക്കും മാറ്റുകയും ചെയ്യും. അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. അവൻ വളരെ സൂക്ഷ്മമായി അറിയുന്ന കഴിവുള്ളത്. നമ്മൾ ആലോചിച്ചു, നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഗർഭാവസ്ഥയ്ക്ക് ശേഷം നാം ലോകത്ത് പുറത്തു വരുന്നതോടുകൂടി ആ ഘട്ടങ്ങളിലൂടെയൊക്കെ തന്നെ കടന്നു പോകുന്നവരാണ്. ഒരു സ്ഥലത്ത് അതിനെ കുറിച്ച് പറയുന്നത് അപ്രകാരമാണ്. നിങ്ങൾ പല ഘട്ടങ്ങളും താണ്ടി കടക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, നമുക്ക് ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളായിരുന്നു. ബാല്യകാലവും കൗമാരകാലവും യുവത കാലഘട്ടത്തെ കഴിഞ്ഞിട്ടാണ് ഒരു വ്യക്തി വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത്. അതിന്റെ പല അവസ്ഥാന്തരങ്ങളിലുള്ള ആളുകൾ നമ്മുടെ ഈ സൗഹൃദത്തിലുണ്ട്. പക്ഷെ എന്തു തന്നെ ആയാലും ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും. അള്ളാഹു നമുക്ക് ആയുസ് നൽകുക. അവിടെ വയോജനങ്ങളായ ആളുകളോട് നാം അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ ധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അത് തുടങ്ങുന്നത് ഈ രീതിയിലാണ്: ലൈസ മിന്നാ, നമ്മളിൽപ്പെട്ടവരല്ല. അയൽവാസിയോട് വളരെ കൃത്യമായി അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കൊടുക്കാത്ത വ്യക്തി നമ്മളിൽപ്പെട്ടവരല്ല. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ അങ്ങനെ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഇപ്രകാരമാണ്: ചെറിയവരോട് കരുണ കാണിക്കാത്ത, അതുപോലെ തന്നെ വലിയവരെ ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത ആളുകൾ നമ്മളിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിം സമാജത്തിൽ, മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെടേണ്ടവരല്ല, അതിൽ നിന്ന് പുറത്താണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രായാധിക്യം ചെന്ന ഒരു വ്യക്തി, പിതാവാകട്ടെ മാതാവാകട്ടെ അല്ലെങ്കിൽ മറ്റു വേണ്ടപ്പെട്ട ഏതെങ്കിലും ബന്ധുമിത്രാദിയാവട്ടെ അവന്റെ വീട്ടിലുണ്ട് എങ്കിൽ ആ വ്യക്തി ആദരിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു സൂക്തമാണ്. സൂറത്ത് ഇസ്രാഈലെ ആ സൂക്തം അള്ളാഹു വിധിച്ചിരിക്കുന്നു, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, അവനെ അല്ലാതെ മറ്റൊരു ശക്തിയെ, മറ്റൊരു രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. അതുപോലെ തന്നെ ആ വിധിയോടൊപ്പം ചേർത്ത് പറയുകയാണ്: മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മയുടെ അങ്ങേയറ്റത്തെ ആശയങ്ങൾ ഉൾക്കുന്ന ഒരു തലമാണ്. വളരെ കൃത്യമായി മലയാളത്തിൽ അത് വിശദീകരിക്കുക സാധ്യമല്ലാത്ത തരത്തിലുള്ള നന്മ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇഹ്സാൻ. നിങ്ങൾ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ, നന്മ ചെയ്യണം എന്ന് പറയുന്നു. എന്നിട്ട് ഖുർആൻ തുടരുന്നു: അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ പ്രായാധിക്യമുണ്ടായി ഉണ്ടാകുകയാണെങ്കിൽ അവരോട് എന്നൊരു വാക്കുപോലും നീ പറയരുത് എന്ന് പറഞ്ഞാൽ ചില സന്ദർഭത്തിൽ അതൊരു തെറിയായെന്ന് നമുക്ക് തോന്നാറില്ല. എന്നാൽ നമുക്ക് അനിഷ്ടമാണ് എങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ പ്രായം ചെന്ന ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും ആ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അത്ര വേഗതയും അതുപോലെ തന്നെ പ്രവർത്തനക്ഷമതയും ആ വ്യക്തിക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വേഗതയില്ലാതെ വരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലാഗിങ് വരുന്ന സന്ദർഭത്തിൽ ഛേ എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. പല നിങ്ങൾ അവരോട് ഛേ എന്ന് പറയരുത്. അതുപോലെ തന്നെ അവരെ നിങ്ങൾ ഒരിക്കലും അകറ്റരുത്. ഏറ്റവും മാന്യമായ
ഏറ്റവും നല്ല വാക്കുകളായിരിക്കണം നിങ്ങൾ അവരോട് പറയുന്നത്. നമ്മൾ ആലോചിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് എത്ര മനോഹരമായ രീതിയിലാണ് ഖുർആൻ ഈ കാര്യം വിശദീകരിക്കുന്നത്. തുടർന്ന് ഉണ്ടെന്ന് പറയുന്നു, ഈ പ്രായാധിക്യത്തിന്റെ മാതാപിതാക്കൾ നിന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ നിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി നീ വിരിച്ചു കൊടുക്കണം. നീ പറയുകയുമാണ്, ഞങ്ങളെ ചെറുപ്പകാലഘട്ടത്തിൽ എങ്ങനെയാണോ വളർത്തിയത്, ഞങ്ങളോട് ഇവർ ഏത് രീതിയിലാണോ കരുണ കാണിച്ചത്, അല്ലാഹുവേ അവരോട് ആ രീതിയിൽ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന്. അതുകൊണ്ട് ഈ കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വയോജനങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ അവർ ആദരിക്കപ്പെടേണ്ടത്, ബഹുമാനിക്കപ്പെടേണ്ടത്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ, മാനസികമായ പരിഗണന വെച്ച് നൽകുവാൻ നമുക്ക് സാധിക്കുന്നത്. അത് മതപരമായ ഒരു ബാധ്യതയാണ് എന്ന വളരെ കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത്. ഇസ്ലാമിൽ ജിഹാദിൽ ഏർപ്പെടുക അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി വരിക, ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി പുറപ്പെടുക എന്നുള്ള ശ്രേഷ്ഠകരമായ ഒരു ആരാധനാക്രമമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നിലക്ക് സമീപിച്ച ഒരു വ്യക്തിയോട് പ്രവാചകൻ ചോദിച്ചത്, പ്രായമായ മാതാപിതാക്കൾ നിന്റെ വീട്ടിലുണ്ടോ എന്നാണ്. ഉണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ നിന്റെ ജിഹാദ് അവിടെയാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ച സംഭവം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങൾ, പ്രായമായ മാതാപിതാക്കൾ നമുക്ക് ഉണ്ടായിട്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയാണ് ഏറ്റവും വലിയ ഹതഭാഗ്യം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ ബാധ്യത വളരെ കൃത്യമായി നാം നിർവഹിക്കുകയും ചെയ്യുക. അവരെ ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ, അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ നാം പ്രത്യേകം പരിശീലിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ചെറുതും വലുതുമായ പാപങ്ങൾ, കുറ്റങ്ങളൊന്നും മാപ്പാക്കിത്തരുമാറാകട്ടെ. ജീവിതത്തിൽ വിവിധങ്ങളായ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കരളുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി ശിഫയാക്കി നമ്മോടൊപ്പം പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ വളരെ സജീവമായി സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ പുലർത്താനുള്ള തൗഫീഖ് അല്ലാഹു അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അതിൽ നിന്നുള്ള മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط
قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. الله. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر.